മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കോൺഗ്രസ് നടത്തിയ കുത്തിയിരിപ്പ് സമരത്തിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനത്തേക്ക് കഴിഞ്ഞ ദിവസം BJP പ്രവർത്തകർ നടത്തിയ മാർച്ചിലെ നാടകീയമായ സംഭവങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പോലീസുകാരുടെ ജലപീരങ്കിയേറ്റ് തിരിച്ചോടേണ്ടി വന്നു BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് പോലും. തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനത്തിന് മുന്നിൽ അരങ്ങേറിയ ഈ സംഭവ വികാസങ്ങളെ തുടർന്ന് രാജീവ് ചന്ദ്രശേഖരനെ നിശിതമായി പരിഹസിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് KM മുരളീധരൻ. സ്വാഭാവികമാണ് മാർച്ച് നടത്തുന്നതെന്നും മുഖ്യമന്ത്രിമാരുടെ വസതിയിലേക്ക് മാർച്ച് നടത്തും, പ്രധാനമന്ത്രിമാരുടെ വസതിയിലേക്ക് മാർച്ച് നടത്തും, അത് ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. അതിനു പകരം ഏതെങ്കിലും പാർട്ടി ഓഫീസിലേക്ക് മറ്റൊരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രകടനം നടത്തിയത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് മന്ത്രി ചോദിച്ചു. അതേസമയം ഈ സംഭവത്തിനിടയിലും തനിക്കൊരു കാര്യത്തിൽ സന്തോഷമുണ്ടെന്ന് KM മുരളീധരൻ തമാശ രൂപേണ പറയുകയുണ്ടായി. രാജീവ് ചന്ദ്രശേഖർ MLA സ്ഥാനം രാജിവെച്ചു പോയെന്ന് താൻ സംശയിച്ചിരിക്കുകയായിരുന്നു. കാരണം ഈ അടുത്ത കാലത്തൊന്നും അദ്ദേഹത്തെ നിയമസഭയിൽ മഷിയിട്ട് നോക്കിയിട്ട് പോലും കാണാൻ സാധിച്ചിരുന്നില്ല. ഇന്നലെ ഈ പ്രതിഷേധ മാർച്ചിലെങ്കിലും അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടതിൽ വലിയ സന്തോഷമുണ്ടെന്നും അദ്ദേഹത്തെ നേരിട്ട് കാണാൻ കഴിഞ്ഞത് വലിയൊരു കാര്യമാണെന്നും അദ്ദേഹം കളിയാക്കി. എന്നിരുന്നാലും ഇന്നലെ തിരുവനന്തപുരത്തുണ്ടായത് വളരെ തെറ്റായ നടപടിക്രമമാണെന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. കൂടാതെ തെരഞ്ഞെടുപ്പ് ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ട് BJP നേരിടുന്ന ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഇത്തരം പ്രതിഷേധങ്ങളുമായി അവർ ഇറങ്ങിയിരിക്കുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ആ ദൃശ്യങ്ങളൊന്ന് കണ്ടു നോക്കാം. ഇന്നലെ മിനിഞ്ഞാന്ന് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയുണ്ടായി. ഇത് സ്വാഭാവികമാണ്. രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രിമാരുടെ വസതിയിലേക്ക് മാർച്ച് നടത്തും, പ്രധാനമന്ത്രിമാരുടെ വസതിയിലേക്ക് മാർച്ച് നടത്തും. ഇത് ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. അതിന് പകരം ഏതെങ്കിലും പാർട്ടി ഓഫീസിലേക്ക് മറ്റൊരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രകടനം നടത്തി എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. പിന്നെ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. ഞങ്ങളൊക്കെ വിചാരിച്ചത് രാജീവ് ചന്ദ്രശേഖരൻ MLA സ്ഥാനം രാജിവെച്ച് പോയി എന്നാണ് വിചാരിച്ചത്. കാരണം സഭയിൽ മഷിയിട്ട് നോക്കിയിട്ട് കണ്ടില്ല. ഏതായാലും ഇന്നലെങ്കിലും അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടതിൽ ഒരു സന്തോഷമുണ്ട്. അദ്ദേഹത്തിനെ വീണ്ടും ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ. പക്ഷേ ഇതൊരു വളരെ തെറ്റായിട്ടുള്ള ഒരു നടപടിക്രമമാണ് ഇന്നലെ തിരുവനന്തപുരത്തുണ്ടായി. ഞാൻ അത്രേ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. അത് വളരെ തെറ്റായിപ്പോയി. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാൻ പാടില്ല. ഇല്ല, അത് ഞങ്ങളുടെ സംസ്കാരമല്ല. ഞാൻ പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് ഇനിയും ഞങ്ങളുടെ ജാഥ ഉണ്ടാവും. ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ജാഥയുണ്ടാവും. പക്ഷെ അതിനൊക്കെ തിരിച്ച് KPCC ഓഫീസിലേക്ക് വന്നാൽ പ്രവർത്തകർ ആത്മസംയമനം പാലിക്കുന്നുണ്ട്. ഞങ്ങളവരോട് പറഞ്ഞിട്ടുണ്ട് ആത്മസംയമനം പാലിക്കാൻ. അത് എത്ര കാലം ഞങ്ങൾക്ക് പ്രവർത്തനം പിടിച്ചു നിർത്താൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അല്ല, അവരെന്താ അറിയോ, അവരുടെ അകത്തുള്ള കാര്യങ്ങൾ പുറത്തറിയാതിരിക്കാനാണ്. കഴിഞ്ഞ ഇലക്ഷനിൽ ഒരു സ്ഥാനാർത്ഥിക്ക് കിട്ടിയ കാശിൽ എത്രമാത്രം അടിച്ചു മാറ്റി എന്നുള്ള ചർച്ചയാണ് അതിൻ്റെ അകത്ത് നടക്കുന്നത്. 10 കോടി കിട്ടിയവർ 2 കോടിയെ ഫീൽഡ് ഇറക്കിയുള്ളൂ എന്നൊക്കെ അവർ തന്നെയാണ് പറയുന്നത്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അവരുടെ കാര്യം അന്വേഷിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് മറച്ചു വയ്ക്കാൻ വേണ്ടി ഇപ്പോൾ ഇങ്ങനെ ഒരു ഏർപ്പാട് വെച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ഉള്ള സീറ്റും കൂടെ അടുത്ത ഇലക്ഷനോടെ നഷ്ടപ്പെടുന്നത് മാത്രമേ അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളൂ.